നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഈ ദിവസത്തെ ടോപ്പ് 10 at 10 ആരംഭിക്കുന്നു. നോക്കാം ആദ്യം ഈ ദിവസത്തെ പ്രധാന 10 തലക്കെട്ടുകൾ. നേപ്പാളിൽ മിന്നൽ പ്രളയം, 95 മരണം, 105 ഇന്ത്യക്കാർ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കാണാതായി. വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി. പ്രളയമുണ്ടായത് ഭൂചലനത്തിൽ മഞ്ഞുമലയിടിഞ്ഞ്. ബീഹാറിലും ഉത്തർപ്രദേശിലും ജാഗ്രതാ നിർദ്ദേശം. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ വ്യോമസേനയും. പ്രളയത്തിൽ കുടുങ്ങിയ 36 അംഗ മലയാളി സംഘം സുരക്ഷിതർ. രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനത്തിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. മധ്യകേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. സംസ്ഥാനത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ വൻ തട്ടിപ്പ്. അനർഹരായ ഒട്ടേറെ പേർ പദ്ധതിയുടെ ആനുകൂല്യം തട്ടിയെടുത്തു. പല വീടുകളും വാടകയ്ക്ക് നൽകുന്നു എന്നും കണ്ടെത്തൽ. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ 5 വർഷം മുമ്പ് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ കാട് കയറി നശിക്കുന്നു. ടോപ്പ് 10 എക്സ്ക്ലൂസീവ്. തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. നാടും നഗരവും ആഘോഷത്തിൽ. ഓണാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ള ഹൃദയവുമുണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും പൊന്നോണം സൃഷ്ടിക്കാനാകുമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഓണ സന്ദേശം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധം ശക്തമാക്കി UDF. തിരുവോണ ദിനത്തിൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയ MP-മാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി ഉദ്യോഗാർത്ഥികൾ. ഒഴിവുകളിൽ നിയമനം നടത്തണമെന്ന ആവശ്യം. കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കാനൊരുങ്ങിയ അമേരിക്ക. US വിസയ്ക്കുള്ള അഭിമുഖങ്ങൾ ഉൾപ്പെടെ താൽക്കാലികമായി നിർത്തി. നടപടി H-1B വിസ അപേക്ഷകൾക്ക് കനത്ത ഫീസ് ഏർപ്പെടുത്തിയതിന് പിന്നാലെ. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് ഡിസൈനിലെ പാളിച്ച കൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2023 മണ്ണിടിച്ചിലുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന് വിമർശനം. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് C. സദാനന്ദൻ MP. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. ശ്രീലങ്കയ്ക്ക് ഫോളോ ഓൺ. 1ാം ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്ത്. 2ാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടം. ഹോർമസ് ഉടൻ തുറന്നേക്കും. താൽക്കാലിക ഇടനാഴി തുറക്കാൻ ഒമാൻ ഇറാൻ ധാരണ. വരുമാനം പങ്കിടാനും തീരുമാനം. ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ ലോകം. സ്റ്റോറി ഓഫ് ദി ഡേ. ഓണാഘോഷത്തിന്റെ പുതുപ്പള്ളി ശൈലി. ഓണാഘോഷത്തിന്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നമ്മുടെ അയൽ രാജ്യമായ നേപ്പാൾ നേരിടുന്ന പ്രകൃതിക്ഷോഭത്തിന്റെ വാർത്തയാണ് ടോപ്പ് 10-ൽ ആദ്യം. നേപ്പാളിലെ ഭോട്ടെ കോസി നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 95ആയി. ടിബറ്റിലെ കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിന് പോയ 105 ഇന്ത്യക്കാരടക്കം 400-ലേറെ പേരെ കാണാതായി. വലിയ മിന്നൽ പ്രളയത്തിന് കാരണം ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂചലനമാണെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് വൻ ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ഇത് നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിന് കാരണമായി എന്നുമാണ് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ വ്യക്തമാക്കിയത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ നേപ്പാളിൽ എത്തിയിട്ടുണ്ട്. നേപ്പാളിൽ ടിബറ്റൻ അതിർത്തി മേഖലയിലാണ് മിന്നൽ പ്രളയം വൻ നാശനഷ്ടമുണ്ടാക്കിയത്. ബോട്ടെ കോശി നദി അപ്രതീക്ഷിതമായി കരകവിഞ്ഞൊഴുകി തിമുരൈ, സ്യാബ്രുബെസി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നിരവധി വീടുകളും വാഹനങ്ങളും പാലങ്ങളും തകർന്നു. സൈന്യത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. 105 ഇന്ത്യക്കാർ ഉൾപ്പെടെ 450-ലധികം പേരെ കാണാതായി എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. കൈലാസ് മാനസരോവർ യാത്രക്കെത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെയും കാണാതായി. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി ഫോണിൽ സംസാരിച്ചു. അപകടത്തിൽ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ ചെയ്യുമെന്നും ഉറപ്പ് നൽകി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സജ്ജമായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ നേപ്പാളിലെത്തി. കാണാതായ ഇന്ത്യക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ എംബസി പരിശോധിച്ചു വരികയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ താഴേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചേക്കാവുന്ന സാഹചര്യത്തെ നേരിടാൻ ഉത്തർപ്രദേശ്, ബീഹാർ സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അടിയന്തര യോഗം വിളിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരുമായി സംസാരിക്കുകയും ചെയ്തു. അതേസമയം അപകട മേഖലയിൽ കുടുങ്ങിയവരിൽ 36 അംഗ മലയാളി ടൂറിസ്റ്റ് സംഘവുമുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് അമ്പിളി മംഗലത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. അമ്പിളി, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അറിയാനുള്ളത്. ഒന്ന്, നേപ്പാളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികൾ മൂലം ഇന്ത്യക്കകത്ത്, പ്രത്യേകിച്ച് ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാധ്യത ഒരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത്, മലയാളികളുമായി ബന്ധപ്പെട്ട കാര്യം. ഈ മലയാളികളെ തിരികെ എത്തിക്കാനുള്ള ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒരു ഏകീകരണം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട ഒരു സാഹചര്യവുമുണ്ട്. കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആശങ്കയിൽ തന്നെയാണ് രാജ്യം ഇരു സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേപ്പാളിൽ പ്രളയമുണ്ടായ പശ്ചാത്തലത്തിലാണ് രാജ്യത്തേക്ക് വരികയാണെങ്കിൽ ബീഹാറിലും യു പിയിലും കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോസി നദി ഗണ്ഡക് നദി എന്ന പേരിലാണ് ഇരു സംസ്ഥാനങ്ങളിലൂടെയും ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ പ്രളയജലം ഈ നദികളിലൂടെ ഒഴുകി ഇരു സംസ്ഥാനങ്ങളിലെയും ചില ജില്ലകളിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടാകുമെന്നുള്ള ഒരാശങ്കയാണ് നിലനിൽക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിലവിലെ സാഹചര്യം വിലയിരുത്തി പോവുകയാണ്. നേപ്പാളിൽ മിന്നൽ പ്രളയം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ യു പിയിൽ യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ ബീഹാറിൽ സാമ്രാജ് ചൗധരിയും ഉന്നതതല യോഗം വിളിച്ച് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ഒപ്പം തന്നെ മുന്നറിയിപ്പിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ വിളിച്ച് ഇരു സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങളും സ്ഥിതിഗതികളും ഒക്കെ വിലയിരുത്തുകയും ചെയ്തു. ഇപ്പോഴും രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു ഉന്നതതല യോഗം ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബീഹാറിലേക്ക് വരികയാണെങ്കിൽ ഈ ഗണ്ഡക് നദീതീര പ്രദേശങ്ങളിലുള്ളവരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ സേന നിലവിൽ തന്നെ ആ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ 9 ടീമിനെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള ഒരു നിർദ്ദേശവും കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ നൽകി. യു പിയിലേക്ക് വരികയാണെങ്കിലും 2 ജില്ലകളിലാണ് പ്രധാനമായും ആശങ്ക നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും 2 ടീമിനെ അയക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. ഏറ്റവും അവസാനം കേന്ദ്ര ജലവിഭവ മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കേന്ദ്ര സംസ്ഥാനം പ്രതീക്ഷിച്ചതുപോലെ നദികളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതയുടെ ഭാഗം മാത്രമാണ്, മുൻകരുതലിന്റെ ഭാഗമാണ്, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നത് ഈ ഇന്ത്യക്കാരെ കാണാതായ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നില്ല. കാരണം 100-ലധികം പേരുണ്ട് എന്നാണ്. അനൗദ്യോഗികമായ കണക്കനുസരിച്ച് ഇപ്പോൾ 135-ലധികം പേർ ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ്. അതിൽ വിദേശ ഇന്ത്യക്കാരുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 35 അംഗ മലയാളി സംഘമുണ്ട്. അവർ സുരക്ഷിതരാണ്. അവരെ കാഠ്മണ്ഡു വഴി നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമവും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മലയാളികളെ മടക്കിയെത്തിക്കാനുള്ള ശ്രമങ്ങളും വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അതേസമയം നേപ്പാളിൽ മരണസംഖ്യ ഉയരും എന്ന ദുഃഖകരമായ വാർത്ത കൂടി ഏറ്റവും ഒടുവിൽ വരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്നുകൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 ജില്ലകളിൽ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശങ്ങളിലാണ് മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയുമാണ് ജാഗ്രതാ നിർദ്ദേശം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ വൻ തട്ടിപ്പെന്ന അമൃത ന്യൂസിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയാണിനി. അനർഹരായ നിരവധി പേർ പദ്ധതിയുടെ ആനുകൂല്യം തട്ടിയെടുത്തു. അനർഹമായി കിട്ടിയ വീടുകൾ വാടകയ്ക്ക് നൽകുന്നവരുമുണ്ട്. ഇടുക്കി അയ്യപ്പൻകോവിലിൽ പഞ്ചായത്തിൽ 5 വർഷം മുമ്പ് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ കാട് കയറി നശിക്കുകയാണ്. വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് കയറിക്കിടക്കാൻ ഒരിടം. ഈ ലക്ഷ്യത്തോടെയാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ 7 വീടുകൾ ലൈഫ് പദ്ധതി പ്രകാരം അനുവദിച്ചത്. എന്നാൽ ഈ പദ്ധതിയിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ്
അമൃത വാർത്തകൾ നടത്തുന്നത്. ലൈഫ് പദ്ധതിയിൽ അനർഹർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഇത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത 7 കുടുംബങ്ങൾക്കാണ് ലൈഫ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചത്. 5 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് സ്ഥലം സൗജന്യമായി നൽകി. ലൈഫ് പദ്ധതി പ്രകാരം വീടും അനുവദിച്ചു. എന്നാൽ ഇവിടെ താമസിക്കുന്നത് 3 കുടുംബങ്ങൾ മാത്രം. 4 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകൾ കാടുകയറി നശിക്കുന്നു. സ്വന്തമായി വീടുള്ളവർ ലൈഫ് പദ്ധതിയുടെ ആനുകൂല്യം തട്ടിയെടുക്കുകയായിരുന്നു. ഇതോടെ അർഹതയുള്ള നിരവധി പേർ പദ്ധതിക്ക് പുറത്തായി. ആ സമയത്തുള്ള ഒരു ലിസ്റ്റ് കൊടുത്താണ് അവർക്ക് അത്രയും പേർക്ക് വീടില്ല സ്ഥലമില്ല എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്താണ് അവർ രേഖകളെല്ലാം ഹാജരാക്കിയിട്ടാണ്. അതായത് വില്ലേജിൽ നിന്നും അത് ഭൂമി ഇല്ല എന്നുള്ളതിൻ്റെ രേഖകൾ ഹാജരാക്കിയിട്ടാണ് അവർക്ക് വീട് കൊടുത്തത്. സ്ഥലം വാങ്ങാനും പണം കൊടുത്തു, വീടും കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ താമസിക്കുന്നൊരു 3-4 വീട്ടുകാരേ ഉള്ളൂ. ബാക്കിയുള്ളവർ താമസിക്കുന്നില്ല. അവർക്ക് ഇവിടുന്ന് നിയമാനുസൃത നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും സമാന സംഭവങ്ങളുണ്ട്. ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ ഇവിടെ കാറ്റിൽ പറത്തുന്നു. ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ വാടകയ്ക്ക് നൽകുന്നവരുമുണ്ട്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നമാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത്. ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യം അനർഹർ തട്ടിയെടുക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇത്. ആയിരങ്ങൾ ഒരു വീടിനായി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത MC ബോബൻ തന്നെ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ബോബൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അർഹരായ പലരും ഷെഡുകളിൽ അന്തിയുറങ്ങുമ്പോഴാണ് അനർഹർ വഴിവിട്ട രീതിയിൽ സ്വന്തമാക്കിയ ഈ വീടുകൾ വാടകയ്ക്ക് പോലും നൽകുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇപ്പോൾ ബോബൻ പുറത്തുകൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? KK ലൈഫ് ഭവന പദ്ധതിയുടെ പേരിൽ കേരളത്തിലെമ്പാടും നടക്കുന്ന വലിയ തട്ടിപ്പിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് വാർത്തകളിലൂടെ അവതരിപ്പിച്ചത്. ഇത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ, ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ എന്ന ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ മാത്രം നടന്ന തട്ടിപ്പാണ്. 7 വീടുകളാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഭൂമി നൽകി ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ പണിത് നൽകിയത്. 4 ലക്ഷം രൂപ വീതം നൽകുകയും ചെയ്തു. സ്വന്തമായി ഭൂമിയും വീടുമില്ല എന്ന് രേഖകൾ നൽകിയ ശേഷമാണ് ഇവർ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയത്. എന്നാൽ 7 വീടുകളുള്ളതിൽ 3 വീടുകളിൽ മാത്രമാണ് ഇപ്പോൾ ആളുകൾ താമസിക്കുന്നത്. മറ്റ് 4 വീടുകളിലും ആളുകൾ താമസിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി പണികൾ പൂർത്തിയായിട്ട് ഇപ്പോൾ ഈ വീടുകളിലും പരിസരവുമെല്ലാം കാട് കയറി നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ വ്യക്തമായ മറ്റൊരു കാര്യം, മറ്റു ചില മേഖലകളിൽ, അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ തന്നെ മറ്റു ചില മേഖലകളിൽ വീടുകൾ ലൈഫ് പദ്ധതിയിൽ സ്വന്തമാക്കിയ ആളുകൾ ഇത് വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ഒറ്റയ്ക്ക് കൊടുക്കുകയോ ചെയ്ത സംഭവങ്ങൾ പോലുമുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇത് കൃത്യമായി നമ്മൾ ഗ്രാമപഞ്ചായത്ത് അന്വേഷിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നമ്മളോട് പറഞ്ഞ കാര്യം ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് ഈ താമസമില്ലാത്ത വീടുകളിലെ കുടുംബങ്ങൾക്ക്, ഇവർക്ക് ഉടമസ്ഥർക്ക് കത്ത് നൽകിയിട്ടുണ്ട്, നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ നോട്ടീസിന് ഇവർ മറുപടി നൽകിയിട്ടുണ്ടോ, എന്ത് ന്യായീകരണമാണ് പറയുന്നത് എന്നുള്ളതൊന്നും വ്യക്തമല്ല. ഇതിലെ ഒരു കുടുംബം മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വാസയോഗ്യമായ രീതിയിൽ ഇനി താമസിക്കാൻ കഴിയില്ല, ആ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പകരം വീടിനും ഭൂമിക്കും അപേക്ഷ നൽകുകയും ഈ വീട് സ്വന്തമാക്കുകയും ചെയ്തത്. എന്നാൽ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് ശേഷവും ഈ കുടുംബം ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് വേണ്ടി നിർമ്മിച്ച ഈ വീട് അനാഥമായി കിടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തെമ്പാടും ആയിരക്കണക്കിന് ആളുകൾ കയറി കിടക്കാൻ ഒരു കൂരയില്ലാതെ ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്നവരുണ്ട്. ഇവർക്ക് തീർച്ചയായും ബോബൻ, അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. 100 കണക്കിന് പേർ, അർഹരായ പലരും ഇപ്പോഴും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാതെ അവർ ഷെഡുകളിലും മറ്റും അന്തി ഉറങ്ങുമ്പോഴാണ് ഈ ഒരു സാഹചര്യമുള്ളത്. ഈ വാർത്തയുടെ ഫോളോ അപ്പ് നിശ്ചയമായും ടോപ്പ് 10-ൽ ഉണ്ടാവും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രവും വ്യക്തമാകും. MC ബോബനാണ് ഇടുക്കിയിൽ നിന്ന് ഈ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സമ്പൽ സമൃദ്ധിയുടെ ഗതകാല സ്മരണകൾ ചേർത്തുവെച്ച് ഓണം ആഘോഷിച്ച മലയാളികൾ. കേരളീയർക്ക് ഓണം എന്നും ഗൃഹാതുരതയുടെ ഓർമ്മകളാണ്. പൂക്കളവും സദ്യയും കളികളുമായി ആ നല്ല നാളുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഏവരും.
പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഓണപ്പൂക്കളം തന്നെയാണ്. അത് നാടനായാലും മറുനാടനായാലും ഓണപ്പൂക്കളം നിറയാതെ മലയാളികളുടെ മനസ്സ് നിറയില്ല. നമ്മളുടെ പണ്ടത്തെ കാലവും ഇന്നത്തെ ഓണക്കാലവും നോക്കുകയാണെങ്കിൽ ഇന്നെല്ലാം ആർട്ടിഫിഷ്യലാണ്. നമ്മളെല്ലാം കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു, അതൊരു പേരിനെ ഇടുന്നു. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മളെല്ലാവരും ആസ്വദിച്ചിട്ടായിരുന്നു പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത്. പാലടപ്പായസം പപ്പടവും കൂട്ടി ഒരു പിടി പിടിച്ചാലേ ഓണസദ്യ ഭേഷാകൂ. പണ്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ തൃക്കാക്കരയപ്പനെ രാവിലെ വെച്ച് അണിഞ്ഞു പൂജിച്ച് പൂവടയും പഴനുറുക്കും ഒക്കെ ഉണ്ടാക്കി പപ്പടവും ഒക്കെ ഉണ്ടാക്കി പൂജിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്നിച്ച് സദ്യ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് പിന്നെ എന്തെങ്കിലും ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും വൈകുന്നേരം വരെ. അതന്നെ. ഓണപ്പൂക്കളവും ഓണസദ്യയും ഒക്കെയായി. ഇനി നമുക്കൊരു തിരുവാതിരക്കളി ആയാലോ? എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ഓണം. ഭയങ്കര ആഘോഷമായിട്ട് നമുക്ക് എല്ലാ കാലത്തും ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗൃഹാതുരത്വം ഓർക്കുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും. അങ്ങനെ ഇത്തവണത്തെ ഓണം നമ്മൾ പൊളിക്കും. അമൃത ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഓണം സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്ത് പകരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ഓണം എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നൽകട്ടെ എന്നാണ് രാഹുൽ ഗാന്ധി കുറിച്ചത്. ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ള ഹൃദയവും ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും പൊന്നോണം സൃഷ്ടിക്കാനാകുമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ഓണ സന്ദേശം. കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏതൊരു കൂരിരുട്ടിലും പ്രകാശത്തിൻ്റെ തിരി കൊളുത്തി വയ്ക്കാൻ നമുക്ക് കഴിയുമെന്നും അമ്മ പറഞ്ഞു. മലയാള നാടും മലയാളികളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരാഘോഷമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സന്തോഷത്തോടെ കഴിഞ്ഞ സമത്വ സുന്ദരമായൊരു ഭൂതകാലം. ആ പോയ കാലത്തെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ, അതുപോലുള്ളൊരു കാലം ഇനിയും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയും സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്ന വർത്തമാനകാലത്തെ ആഘോഷം. ഒപ്പം ഈശ്വരഭക്തി, ഈശ്വര സമർപ്പണം, ഉന്നതമായ മൂല്യങ്ങൾ എല്ലാം ചേർത്തറിഞ്ഞതാണ് ഓണം. ഈശ്വരഭക്തിയും മനുഷ്യ സ്നേഹവും ഒന്നു ചേരുന്ന കാലമാണ് ഓണക്കാലം. അങ്ങനെ സ്നേഹം, സൗഹൃദം, സഹോദര്യം, സമൃദ്ധി, സമത്വം, സമർപ്പണം തുടങ്ങിയ മഹത്തായ മൂല്യങ്ങൾ ഓണം ഉയർത്തിപ്പിടിക്കുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊരു ചൊല്ലുണ്ട്. ഗഹനമായ ആധ്യാത്മിക സന്ദേശം ഉൾക്കൊള്ളുന്നൊരു ചൊല്ലാണത്. നമ്മുടെ സങ്കല്പം കൊണ്ടും മനോഭാവം കൊണ്ടും ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. എത്ര പണമുണ്ട്, എത്ര സമ്പത്തുണ്ട്, എത്ര ഭൗതികമായ സൗകര്യങ്ങളുണ്ട് എന്നൊന്നും അല്ല കാര്യം. യഥാർത്ഥ സന്തോഷം തരുന്നത് ശരിയായ മനോഭാവവും കാഴ്ചപ്പാടുമാണ്. സ്നേഹം, സൗഹൃദം, സമൃദ്ധി, സഹകരണം, ആത്മവിശ്വാസം തുടങ്ങിയ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാം. ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷമായി കഴിയാം. നമ്മുടെ പ്രയത്നങ്ങളൊക്കെ മികച്ച വിജയം കൈവരിക്കുകയും ചെയ്യും. കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏതൊരു കൂരിട്ടിലും പ്രകാശത്തിൻ്റെ ഒരു നെയ്ത്തിരി കൊളുത്തി വയ്ക്കാൻ നമുക്ക് കഴിയും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണത്തെ സൃഷ്ടിക്കാനാവും. ഇത് തന്നെയാണ് ഓണം നമുക്ക് നൽകുന്ന പ്രധാനമായ സന്ദേശം. ഉള്ളതുകൊണ്ട് സന്തോഷിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കാനും ഓണം നമ്മെ പഠിപ്പിക്കുന്നു. ആ വിശ്വാസവും ആഹ്ലാദവും ഉത്സാഹവും ജീവിതത്തിൽ നിന്നും നമ്മളൊപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ വാമനരൂപത്തിലേക്ക് നീശങ്ങൾ വളർന്നു വലുതായി നമ്മൾ ഈശ്വരാനുഭൂതിയിലേക്ക് ഉയർത്തട്ടെ. അനുകൃപ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമുയർത്തി കൊല്ലം അമൃതപുരിയിലും തിരുവോണാഘോഷം.
സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടന്ന ആഘോഷങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. 500-ലധികം വനിതകൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയും ഓണസദ്യയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. സ്നേഹവും സൗഹൃദവും സാഹോദര്യവും സമത്വവും സമർപ്പണവും സമൃദ്ധിയും മഹത്തായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ആഘോഷമായി അമൃതപുരിയിലെ തിരുവോണം. ആശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായി എത്തിയ ആയിരക്കണക്കിന് ഭക്തരും ആഘോഷങ്ങളിൽ പങ്കാളികളായി. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സും നന്ദിയുള്ള ഒരു ഹൃദയവും ഉണ്ടെങ്കിൽ ഏതു കഷ്ടപ്പാടിലും ഒരു പൊന്നോണത്തെ സൃഷ്ടിക്കാനാകുമെന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തിരുവോണദിന സന്ദേശത്തിൽ പറഞ്ഞു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ പ്രഭാഷണത്തോടെയായിരുന്നു അമൃതപുരിയിലെ തിരുവോണ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് ധ്യാനം, ലോകശാന്തി പ്രാർത്ഥന, ഭജനയും സത്സംഗവും, ആത്മീയതയും ആഘോഷവും ഒരുമിച്ച ഒരു ദിനം. ആഘോഷങ്ങൾക്ക് നിറവും താളവും പകർന്ന് 500-ലധികം വനിതകൾ അണിനിരന്ന മെഗാ തിരുവാതിര. ഒത്തൊരുമയുടെ ചുവടുകളുമായി തിരുവാതിര അരങ്ങേറിയപ്പോൾ അമൃതപുരി ആഘോഷ ലഹരിയിലായി. ഒടുവിൽ എല്ലാവർക്കുമായി ഓണസദ്യ. അമ്മ നേരിട്ട് സദ്യ വിളമ്പി. ജാതിമതഭേദങ്ങൾക്കപ്പുറം സ്നേഹവും സാഹോദര്യവും പങ്കുവച്ച് ഒരുമയുടെ സന്ദേശം പകർന്നാണ് അമൃതപുരിയിലും തിരുവോണം ആഘോഷിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ മലബാറിലെ UDF MPമാർ നിരാഹാര സമരം നടത്തി. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നടത്തിയ നീക്കമാണ് ഡിവിഷൻ വിഭജനത്തിന് പിന്നിലെന്ന് UDF ആരോപിച്ചു. പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിലായിരുന്നു സമരം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ പ്രദേശം സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കേരളത്തിന്റെ ഭൂപ്രകൃതിയോട് ഇണങ്ങിയ രീതിയിൽ ദേശീയപാത നിർമ്മാണം നടത്താമെന്ന് ഉറപ്പ് നൽകിയതാണ്. ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കാൻ അമേരിക്ക US വിസയ്ക്കായുള്ള നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. വിസ അഭിമുഖത്തിന് സമയം ലഭിച്ച് കാത്തിരിക്കുന്നവർക്ക് അപ്പോയിന്റ്മെന്റ് മാറ്റിവെച്ചതായുള്ള ഇമെയിൽ സന്ദേശം ലഭിക്കുകയായിരുന്നു. H1B വിസ അപേക്ഷകൾക്ക് കനത്ത ഫീസ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് പുതിയ നടപടി. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഫോളോ ഓണിനെ തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിനെത്തിയ ശ്രീലങ്ക 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ 16 റൺസിന്റെ ലീഡ് നേടിയിട്ടുണ്ട്. ഇന്ന് കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺസ് എന്ന നിലയിലാണ്. ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ ലോകം. ഹോർമൂസ് ഉടൻ തുറന്നേക്കും. വിഷയത്തിൽ ഇറാൻ, ഒമാൻ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. താൽക്കാലിക ഇടനാഴി തുറക്കുമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. വരുമാനം ഒമാനും ഇറാനും പങ്കിടാനും ധാരണയായി. മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായി ചർച്ച നടത്തിയ ശേഷമാകും തുടർ നടപടികൾ. ഇനി സ്റ്റോറി ഓഫ് ദ ഡേയിലേക്കാണ്. പുതുപ്പള്ളി ഹൗസിലെ ഓണാഘോഷം ഇത്തവണയും കാരുണ്യസ്പർശമായിരുന്നു. ക്യാൻസർ രോഗികളായ നിരവധി പേർക്കൊപ്പമാണ് ചാണ്ടി ഉമ്മൻ MLAയും കുടുംബവും ഓണമുണ്ടത്. ഇത് 11ാം വർഷമാണ് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ ഇത്തരത്തിൽ ഓണം ആഘോഷിക്കുന്നത്. 6 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർ ഉണ്ടായിരുന്നു ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിൽ. കഴിഞ്ഞ 11 വർഷമായി തുടരുന്ന പതിവിനെക്കുറിച്ച് മറിയാമ്മ ഉമ്മൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടി ഓർമ്മകളിൽ നിറഞ്ഞു. ഈ സമയത്ത് ഉമ്മൻചാണ്ടി ആ ലോകത്തും ഞാൻ ഈ ലോകത്തുമാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഉമ്മൻചാണ്ടി, ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനും. 11ാമത്തെ വർഷമാണ് ഈ ഓണാഘോഷം ഇവിടെ ഇങ്ങനെ നിങ്ങളുമായിട്ട് ചേർന്ന് നടക്കുന്നത്.
അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. എല്ലാ ഓണാശംസകളും ഉമ്മൻചാണ്ടിയുടെ എൻ്റെയും കുടുംബത്തിൻ്റെ ഓണാശംസകളുണ്ട്. ഇതുപോലെ ഞങ്ങൾ ഉമ്മൻചാണ്ടി ഇല്ലാത്ത 4ാമത്തെ വർഷമാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മഹാബലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതൃക. പിതാവ് തുടങ്ങിവെച്ച പദ്ധതി കഴിയുന്നിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചാണ്ടി ഉമ്മൻ MLAയും സഹോദരി മറിയ ഉമ്മനും. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഓരോരുത്തരും അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ പരിപാടി നടത്തിയത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും നടത്തുന്ന ശ്രീ ലത്തീഫാണ്. അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് നടത്തുന്നത്. കാരണം അദ്ദേഹം അപ്പയോടുള്ള സ്നേഹത്തിൽ, കാരണം അദ്ദേഹം ഒന്ന് പറഞ്ഞു ഈ ദിവസം നടത്തണം എന്ന് പറഞ്ഞ ഒരു നിർബന്ധപ്രകാരമാണ് ഇന്നും അദ്ദേഹം നടത്തുന്നത്. കഴിഞ്ഞ 11 വർഷമായി. ഓണസദ്യക്കൊപ്പം ഓണക്കോടിയും സമ്മാനിച്ചാണ് ഇത്തവണയും പുതുപ്പള്ളി ഹൗസ് ഇവരെ യാത്രയാക്കിയത്. മന്ത്രി ടി സിദ്ദിഖും പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.